സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 169 വചനമാണ് പഠിക്കുകയുണ്ടായത്. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഈ വചനം 170 വചനം. അതാണ് ഇനി മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിക്കുവാനുള്ളത്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, മാ അൻസലല്ലാഹ്, അല്ലാഹു അസ്സ വജൽ അവതരിപ്പിച്ചതെല്ലാം, ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, അല്ലാഹു അവതരിപ്പിച്ചതിനെ ഞങ്ങൾ പിൻപറ്റുകയില്ല. ഞങ്ങൾ പിൻപറ്റുക ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊരു ആദർശത്തിലായിരുന്നുവോ അത് ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ പിൻപറ്റും. അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കൾ യാതൊന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗ സരണി പ്രാപിക്കാത്തവരുമാണെങ്കിലും ഇവർ ആ പിതാക്കളെ പിൻപറ്റുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുകയാണ്. ആയത്തിൻ്റെ ആശയാർത്ഥം മൊത്തത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. വളരെ വിശാലമായി മനസ്സിലാക്കേണ്ട പ്രയോഗങ്ങളും വാക്കുകളുമാണ് ഈ വിശുദ്ധ വചനം ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞിടത്ത് അവരോട് എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണ്? ഈ വചനത്തിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ ആരാധ്യന്മാരെ അള്ളാഹുവിന് സമന്മാരായി സ്വീകരിച്ചവരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയ അവിശ്വാസികളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. പിശാചിൻ്റെ കാൽവെപ്പുകളെ പിന്തുടർന്ന ആളുകളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് ജനങ്ങളെ മൊത്തത്തിൽ വിളിച്ചതായും വന്നിട്ടുണ്ട്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്നിടത്ത് ആരോട് എന്നതിൽ അതിനാൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ശൈത്താൻ്റെ കാൽവെപ്പുകളെ പിന്തുടരുകയും അള്ളാഹുവിനെക്കുറിച്ച് അറിവ് കൂടാതെ തെളിവ് കൂടാതെ സംസാരിക്കുന്ന ആളുകൾ, അവരാണിവിടെ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്നതിൻ്റെ ഉദ്ദേശമെന്ന് പ്രാമാണികരിൽ ചിലർ പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് അറബികളിലെ അവിശ്വാസികൾ അവരുടെ പതിവും പ്രവണതയുമായിരുന്നു പൂർവികരെ, പൂർവ്വപിതാക്കളെ, തങ്ങളുടെ പൈതൃകങ്ങളെ അനുകരിക്കുക, അനുധാവനം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ അറബികളാണ് ഇവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ അബൂ താലിബിൻ്റെ മരണവേളയിൽ യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. പിതൃവരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയും, അള്ളാഹുവിങ്കൽ ആ കലിമത്ത് വെച്ച് അങ്ങേക്ക് വേണ്ടി ഞാൻ സംസാരിക്കുവാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അദ്ദേഹത്തിന് മുന്നിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം ഒന്നൊന്ന് കലിമ ചെല്ലാൻ. പക്ഷേ അബൂജഹലും അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യയും അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിനെ തൊട്ട് താങ്കൾ വിരക്തനാവുകയാണോ എന്ന് മടക്കി ചോദിച്ചുകൊണ്ടേയിരുന്നു, ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മരണാസന്നനായ അബൂ താലിബ് ആഖിറു ഷൈഇൻ കല്ലമഹും ബിഹി അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അവസാനം പറഞ്ഞത് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാകുന്നു. വ അബാ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ അബൂ താലിബ് വിസമ്മതിച്ചു എന്നാണ്. മുഫസ്സിറുകൾ ഈ ഒരു ഉദാഹരണം എടുത്തിട്ട് പറയുന്നത് അറബികളിലെ അവിശ്വാസികൾ അവരായിരുന്നു പൈതൃകത്തെയും പാരമ്പര്യത്തെയും പൂർവ്വപിതാക്കളെയും അനുകരിച്ച് അവരെ പിന്തുടർന്ന് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് വഇദാ ഖീല ലഹും എന്നിടത്ത് ലഹും അവരോട് എന്നതിനാൽ ഉദ്ദേശം അറബികളിലെ അവിശ്വാസികളാണ് എന്നാണ് ഈ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചിലർ പറഞ്ഞത് യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, അല്ലാഹു ജനങ്ങളെ വിളിച്ച് ഭൂമിയിലുള്ളതിൽ നിന്ന് നിയതവും വിശിഷ്ടവുമായത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞില്ലേ? ആ വിളിയിലുള്ള ജനങ്ങളിലൊരു വിഭാഗം അല്ലാഹു അനുവദിച്ച വിശിഷ്ടമാക്കിയ ആടുമാടൊട്ടകങ്ങളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയുമൊക്കെ തങ്ങൾക്ക് വിലങ്ങിയവരും നിഷിദ്ധമാക്കിയവരുമാണ്. അത്തരം ആളുകളാണ് ഇവിടെ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്നിടത്ത് ഉദ്ദേശം എന്നാണ്.